വാടക ഇന്ന് എന്റെ അക്കൗണ്ടിൽ എത്തിയിരിക്കണം. അല്ലെങ്കിൽ എന്റെ പിള്ളേരെ വന്ന് തന്റെ കൂടും കുടുക്കെടുത്ത് പുറത്ത് കളഞ്ഞ് കടക്കി ഷട്ടർ ഇടും. പറഞ്ഞില്ലെന്ന് വേണ്ട, 1 2 അല്ല 4 മാസത്തെ വാടക കുടിശ്ശിക. ആ ശരി ശരി, ഇനി കൂടുതലൊന്നും പറയണ്ട. അയ്യോ സിസ്റ്ററെ, സോറി 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 സോറി. വണ്ടി ഓടിച്ചോണ്ടാണോ ഫോണിൽ സംസാരിക്കുന്നത്? വൃത്തികെട്ട മനുഷ്യൻ. ഹലോ, സോറി പറഞ്ഞല്ലോ. ഇനി നഷ്ടപരിഹാരം എന്താന്ന് വെച്ചാൽ ചോദിച്ചാ മതി. കിടന്ന് ഒച്ച വെച്ച് ആളെ കൂട്ടണ്ട. 100 200 രൂപ ഇപ്പൊ തന്നെ കയ്യിൽ തരാം. ആർക്ക് വേണോടാ തന്റെ 200 രൂപ? അത് കൊണ്ടുപോയി തന്റെ നാട്ടിലെ കെട്ടിയോക്ക് കൊടുത്താ മതി. മുറുക്കാൻ വാങ്ങിച്ച് ചവച്ചോളും. ഓ, അപ്പൊ തുക കുറഞ്ഞു പോയതാണ് നിന്റെ പ്രശ്നം അല്ലേ? ഒരു കാര്യം ചെയ്തേക്കാം, റൗണ്ട് ആക്കി ഒരു 1000 രൂപ തന്നേക്കാം. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. എന്താ, ഉറപ്പിക്കാവോ? ഉറപ്പിക്കാൻ തന്റെ ഇനി താൻ വലുതും പറഞ്ഞ എന്റെ കാലിൽ ചെരുപ്പാ കിടക്കുന്നത്. താൻ വിവരം അറിയേ? ഓ പിന്നെ, നീ ചെരുപ്പ് വരുമ്പോ ഞാൻ നെഞ്ചു വിരിച്ചങ്ങ് നിന്ന് തരാൻ പോയില്ലേ? ഒന്ന് പോവച്ചവിടെ. നേഴ്സാണ് പോലും, നേഴ്സ്. നേഴ്സ് എന്ന് പറഞ്ഞാലേ നമ്മുടെയൊക്കെ മനസ്സിലൊരു ചിത്രമുണ്ട്, മാലാഖ. പക്ഷെ നീയേ മാലാഖയല്ല, വടയക്ഷിയാണ്, വടയക്ഷി. തനിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഒരിക്കൽ കൂടി പറയണോ? നീ കൊച്ചേ, വെറുതെ തമാശ കളിക്കരുത്. പറഞ്ഞില്ലെന്ന് വേണ്ട. അയ്യോ, എന്താ ഇവിടെ നടക്കുന്നേ? എടിമായെ, എന്തു പറ്റി? ചെരുപ്പ് താഴെയിടാതെ, ചെരുപ്പ് താഴെയിടാൻ. എന്തായാലും പുതിയ ഇറക്കുമതി കൊള്ളാം സരോജമ്മേ. ഇതുപോലെ കുറെ എണ്ണം ഉണ്ടെങ്കിൽ ഈ കോളനി മാന്യന്മാർക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. തന്റെ മാന്യതയൊക്കെ ഇവിടെയുള്ള ആൾക്കാർ പറഞ്ഞ് ഞാൻ അറിഞ്ഞു. ദേഹത്ത് വണ്ടിയെ കൊണ്ടിടിച്ചിട്ട് നിന്ന് മാന്യത പറയുന്നോ? മായ ഒന്നും മിണ്ടാതിരിക്കെ, വാ വീട്ടിൽ പോവാ. എന്റെ കുഞ്ഞമ്മ ഇയാളെ പോലുള്ളവരെ പേടിച്ചാൽ നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല. ഇടിച്ചാലും പിടിച്ചാലും നിനക്ക് എന്തെങ്കിലും പറ്റിയോ ഇവിടെ? ഇല്ല, പറ്റിയിരുന്നെങ്കിൽ ഇയാളെ ഞാൻ ഒന്ന് കൊല വിളിച്ചനെ ഇവിടെ. അതൊക്കെ പിന്നീട്. ഇപ്പൊ നിനക്കൊന്നും പറ്റിയില്ലല്ലോ. വാ, നമുക്ക് വീട്ടിൽ പോവാം. വാ വാ ഇങ്ങോട്ട്. അച്ഛാ, എന്തു പറ്റി അച്ഛാ? എന്തിനാ മായേച്ചിയെ വഴക്കിടുന്നത്? അവന്റെ ഒരു മായേച്ചി കൊച്ചോണ എന്റെ മുമ്പിൽ നിന്ന് മാറേ കൊണ്ട്. എന്തു പറ്റിയത് ചേട്ടാ? നിന്റെ അച്ഛാ പെങ്കൊച്ചിന്റെ പുറകിൽ സ്കൂട്ടർ കൊണ്ടിടിച്ചു. അയ്യോ, ആണോ? ചുമ്മാതല്ല മായേച്ചി ദേഷ്യപ്പെട്ടു പോയത്. പാവം, എന്തേലും പറ്റിയൊന്ന് ചോദിച്ചു നോക്കാം. കുഞ്ഞുമെന്ന് കൈവിട്ടെ, നമ്മളെന്തിനാ അയാളെ പേടിക്കുന്നേ? അതാ എനിക്ക് മനസ്സിലാവാത്തെ. അതല്ലടി മായേ, അങ്ങേർക്ക് പറ്റിയൊരു അബദ്ധമല്ലേ, നീ അതങ്ങ് ക്ഷമിച്ചുകളാ. ക്ഷമിക്കാനോ? ഈ കുഞ്ഞമ്മയ്ക്ക് എന്ത് പറ്റി? സാധാരണ ഇത്തരം കേസുകളൊക്കെ കണ്ട കുഞ്ഞമ്മ ഏറ്റുപിടിക്കുന്നതാണല്ലോ. ഇവളോട് ഇതിപ്പോ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? അതെ, ഞാനൊരു കാര്യം പറയാം. തൽക്കാലം നീ അത് ശ്രീയുടെ അച്ഛനോട് പറയരുതേ. എന്ത് കാര്യം? ഈശ്വരിയമ്മ ഇവിടെ വന്നപ്പോ ഒരു കാര്യം പറഞ്ഞിരുന്നു. സാ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ഒരു പേരുള്ള ആളായിരിക്കും മോളെ കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന്. അവളുടെ ജീവിതത്തിൽ മഹാഭാഗ്യം കൊണ്ടുവരാൻ പോകുന്നത് ആ സാ അക്ഷര പേരുകാരനാ. ആ ദീപുവിന്റെ യഥാർത്ഥ പേരെന്താന്ന് അറിയാമോ നിനക്ക്? സന്ദീപ് എന്നാ. അയ്യേ, ഈ കുഞ്ഞമ്മ ഇത് എന്തൊക്കെയാ പറയുന്നേ? അയാളെ പോലൊരാളുടെ വീട്ടിൽ മരുമകളായി പോയാല് ശ്രീകുട്ടിക്ക് എന്ത് ഭാഗ്യം കിട്ടുന്ന കുഞ്ഞമ്മ പറയുന്നേ? എന്ന് വെച്ച എന്റെ മായെ, ഇപ്പൊ ദീപുമായിട്ട് ഒരിക്കൽ മുടങ്ങിയ കല്യാണാണെങ്കിലും അവളുടെ തലയിൽ എന്താ എഴുതി വെച്ചിരിക്കുന്നത് നമുക്കറിയില്ലല്ലോ. കൊള്ളാം. ഇതിപ്പോ അവളുടെ തലയിൽ എഴുതുന്ന ദൈവമല്ല,
കുഞ്ഞമ്മയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഒരൊറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, എഴുതി മാച്ചും കുഞ്ഞമ്മയായിട്ട് നമ്മുടെ കൊച്ചിന്റെ ജീവിതം തുലയ്ക്കരുത്. അല്ല എടി മായ, അല്ല എന്റെ ഭഗവാനെ, ശ്രീലക്ഷ്മി ഞാൻ കല്യാണം കഴിച്ച ഭാഗ്യം വരുമെന്നാണല്ലോ സരോജമ്മ പറയുന്നത്. അങ്ങനെ സംഭവിച്ച ഞാനായിരിക്കുമല്ലോ അവളുടെ ലവ് സ്റ്റോറിയിലെ ഹീറോ. അപ്പോ രവി സാർ ആരായിരിക്കും? വില്ലനാണോ? ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ശ്രീലക്ഷ്മി, ടെക്സ്റ്റൈൽ ഫെഡറേഷനിൽ നിന്നും അയച്ച സർവേ റിപ്പോർട്ട് അപ്ഡേറ്റ് ചെയ്തായിരുന്നോ? അവർ എനിക്കൊരു റിമൈൻഡർ അയച്ചിരുന്നു. അത് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല മാഡം, ഉടൻ ചെയ്തോളാം. ഓ മൈ ഗോഡ്, അതെന്തിനാ ഈ പെൻഡിംഗിൽ വെക്കുന്നത്? പറഞ്ഞതൊക്കെ താൻ മറന്നു അല്ലേ? മറന്നതല്ല മാഡം, സമയം കിട്ടാത്തോണ്ടാ. സമയമൊക്കെ എവിടെ പോയി? അത് അർജന്റ് ആണെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു. കമോൺ കമോൺ, ബാക്കി കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ആദ്യം അതങ്ങ് തീർക്കാൻ നോക്ക്. ഗോ. മാഡം, ഞാനിപ്പോ രവിവർമ്മൻ സാറിന്റെ ക്യാബിനിലാ പോകുന്നത്. മടങ്ങി വന്നാൽ ഉടനെ ഞാനത് കംപ്ലീറ്റ് ചെയ്തോളാം, വിത്തിൻ 1 hour. നോ, സാർ ഉച്ചവരെ വളരെ വളരെ ബിസിയാണ്. ഇപ്പത്തെ സാറിന് പോയി ഡിസ്റ്റർബ് ചെയ്യണ്ട. അല്ലെങ്കിൽ തന്നെ ഓഫീസിൽ വന്നാലുടനെ എന്താ സാറിനെ കാണാനൊരു പോക്ക്? ഇപ്പൊ ആ ജോലിയൊക്കെ മാറ്റിവെച്ച് ഞാൻ പറഞ്ഞ കാര്യം ചെയ്യാം. സോറി മാഡം, വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം സാറുമായിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. അധിക സമയം എടുക്കില്ല, ഹാർഡ്ലി 2-3 minutes. ഞാൻ പെട്ടെന്ന് ഇറങ്ങും. 2-3 മിനിറ്റ് ആയാലും 1 മണിക്കൂറായാലും തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഹീസ് വെരി വെരി ബിസി നൗ. ഇപ്പൊ താൻ ഡിസ്റ്റർബ് ചെയ്യണ്ട. ജസ്റ്റ് ഗോ ബാക്ക് ടു യുവർ സീറ്റ് ആൻഡ് ഡു വാട്ട് ഐ സെഡ്. ഞാൻ സാറിനെ ഡിസ്റ്റർബ് ചെയ്യാനല്ലല്ലോ പോകുന്നത്, ഒരു ഇമ്പോർട്ടന്റ് വിഷയം സംസാരിക്കാനല്ലേ. എന്തായാലും സാറിനെ കണ്ടിട്ട് മതി. 2-3 മിനിറ്റിനുള്ളിൽ ഈ ലോകത്തൊന്നും സംഭവിക്കില്ല. വരുന്നത് വരട്ടെ. ഞാൻ രാജനന്ദിനി ഡിപ്പാർട്ട്മെന്റ് ഹെഡാ. എനിക്കുണ്ട് ഇവിടെ ചില അവകാശങ്ങൾ. ഗുഡ് മോർണിംഗ് സർ. വെരി ഗുഡ് മോർണിംഗ്. കം ഇൻ പ്ലീസ്. സർ, സാറിനോട് എനിക്കൊരു വിവരം ചോദിച്ചറിയാനുണ്ടായിരുന്നു. താനാദ്യം ഇരിക്ക്. കുഴപ്പമില്ല സർ, ഞാൻ ചോദിക്കാൻ വന്ന കാര്യം ചോദിച്ചിട്ട് പെട്ടെന്ന് പൊയ്ക്കോളാം. മുൻപ് പലപ്പോഴും ചോദിച്ചതാ, പക്ഷെ അപ്പോഴൊക്കെ സാർ ഉഴപ്പി. എന്നാൽ ഇപ്പൊ ഞാൻ ചോദിക്കുന്ന ഈ ചോദ്യത്തിന് സാർ ഉത്തരം തന്നേ പറ്റൂ. രക്ഷപ്പെടാൻ പറ്റില്ല. ആഹാ, അത്രയ്ക്കും വലിയ ചോദ്യമാണോ? എന്നാ ചോദിക്ക്, കേക്കട്ടെ. സർ, രാജനന്ദിനി ഫാബ്രിക്സിന്റെ പേരിൽ ഒരു ബിൽഡിംഗ് ഉണ്ട്. ഇപ്പോ ഒരു പ്രവർത്തനവും അവിടെ നടക്കുന്നില്ല. വർഷങ്ങളായി മെയിന്റനൻസ് പോലും നടത്താതെ അത് ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്നു. പക്ഷേ നമ്മുടെ കമ്പനി അതിന് റെഗുലറായി ടാക്സ് അടയ്ക്കുകയാണ്. എന്തുകൊണ്ട്? വാസ്തവത്തിൽ ഇത് മാനേജ്മെന്റ് ശ്രദ്ധിക്കാത്തതാണോ അതോ എനിക്കറിയാത്ത എന്തെങ്കിലും അവിടെ നടക്കുകയാണോ എന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ഇടിച്ചു പൊളിച്ചു കളയാനുള്ളത് നമ്മൾ എന്തിനു സൂക്ഷിക്കുന്നു? അതാണ് എന്റെ രണ്ടാമത്തെ ചോദ്യം. സർ, അവിടെ വർക്കേഴ്സ് ഇല്ല, പ്രൊഡക്ഷൻ ഇല്ല. പിന്നെ അത് ഇടിച്ചു പൊളിച്ചു കളയാതെ നമ്മൾ റെഗുലർ ആയിട്ട് ടാക്സും അടച്ച്. ഈ കാര്യം തൽക്കാലം താൻ അന്വേഷിക്കണ്ട. ഇപ്പൊ അതിന് ഉത്തരം പറയാനുള്ള ഒരു മൂഡിലല്ല ഞാൻ. വേറെന്തെങ്കിലും ചോദിക്കാനുണ്ടോ തനിക്ക്? സർ, ഇത് പറഞ്ഞില്ലേ അതിന്റെ കാര്യം അന്വേഷിക്കണ്ടെന്ന്. സാൻഡ്ര, ഇന്നത്തെ ഷെഡ്യൂൾ എന്തൊക്കെയാണ്? ഒരു കാര്യം ചെയ്യും, ഇന്നത്തെ എല്ലാ മീറ്റിംഗ് ക്യാൻസൽ ചെയ്യും. എല്ലാം പറഞ്ഞില്ലേ, താനത് കേട്ടാ മതി. ജസ്റ്റ് ക്യാൻസൽ ഓൾ ദി മീറ്റിംഗ്സ്. എന്താ, എപ്പോ, എന്തുകൊണ്ടൊന്നും ചോദിക്കണ്ട. ഇന്നത്തെ എന്റെ മൂഡ് പോയി, അതുകൊണ്ടൊന്നും ആരെയും മീറ്റ് ചെയ്യുന്നില്ല. ദാറ്റ്സ് ഓൾ.
ശ്ശേ, എന്താ ഇതൊക്കെ? ഞാൻ ചോദിക്കാൻ പാടില്ലാത്തൊന്നും അല്ലല്ലോ ചോദിച്ചത്. ഇദ്ദേഹത്തിന് ഇത്രയ്ക്ക് ദേഷ്യം വരും ഞാൻ അറിഞ്ഞു. അതെ, മറ്റാരോടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ എന്നോട് എന്തിനാ തീർക്കുന്നത്? മനസ്സിലുള്ള ഇഷ്ടം പറയാനാ വലിയ പ്രയാസം. പക്ഷെ ദേഷ്യം വരുമ്പോ നന്നായി പ്രകടിപ്പിക്കാൻ അറിയാലോ. മനുഷ്യനെ വെറുതെ അപ്സെറ്റ് ആക്കാം. ഇനി എന്നോട് സംസാരിക്കണ്ട. നോക്കുന്നുണ്ടല്ലേ മടുക്കൂസ്. ഇല്ല ബാലമ്മ, അത്യാവശ്യമൊന്നുമില്ല. പിന്നെ ചെറിയ കാലുവേദനയുണ്ട്, അതിപ്പം മാറും. ബാലമ്മ വൈകുന്നേരം വന്നാലും മതി. ഞാനിങ്ങനെ വെറുതെ ബോറടിച്ചിരിക്കുക. വൈകിട്ട് ഇവിടെ അടുത്തുള്ള ദുർഗാക്ഷേത്രത്തിലൊന്ന് പോയാലോ എന്ന് ആലോചിക്കുക. ശരി ബാലമ്മ, വരൂ, നമുക്കൊരുമിച്ച് പോവാം. ശരി ബാലമ്മ. ആ, അമ്പലത്തിന്റെ കാര്യം ഓർത്തപ്പോഴാ എത്ര നാളായി വിചാരിക്കുന്നു ആ കുട്ടിയെ ഒന്ന് കാണണമെന്ന്. ഒന്ന് ഫോൺ വിളിച്ചു ചോദിച്ചാലോ, ഇന്ന് ഫ്രീ ആണെങ്കിൽ ഇങ്ങോട്ടൊന്ന് വരാമോന്ന്. അല്ലെങ്കിൽ വേണ്ട, വല്ല ജോലി തിരക്കിലും ആണെങ്കിലോ. ഇത്രയും ദേഷ്യം കാണിക്കാൻ പാടില്ലായിരുന്നു, പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞുകൂടാത്ത ശ്രീലക്ഷ്മിയുടെ മുന്നിൽ. അവൾ അപ്സെറ്റായി എന്നുള്ളത് തീർച്ചയാണ്. ഞാൻ തന്നെ വേണം അവളെ സമാധാനിപ്പിച്ചെടുക്കാൻ. ഇപ്പൊ പുറത്തു പോകാനുള്ള സമയമല്ല, തിരിച്ചകത്ത് പോകാനാ. ഷീ നീഡ്സ് മീ ബാഡ്ലി. ഞാൻ അവിടെ വേണം. ഇതെന്ത് സ്വഭാവമെന്ന് എനിക്ക് മനസ്സിലാവാത്ത. ഇപ്പൊ ഏത് കാര്യത്തിന് ദേഷ്യപ്പെടുന്നു പ്രവചിക്കാൻ പറ്റില്ല. ഏതായാലും ഈ സ്വഭാവം വീട്ടിൽ നിന്ന് കിട്ടില്ലെന്ന് ഉറപ്പാ. സാറിന്റെ അമ്മയാണെങ്കിൽ എത്ര ശാന്തമായ സ്വഭാവ. പാവ അമ്മ. ഇദ്ദേഹത്തിന്റെ ഈ സ്വഭാവം ആ അമ്മ എങ്ങനെ സഹിക്കുന്നെന്നാ എനിക്ക് മനസ്സിലാവാത്ത. എത്ര ബിസി ആണെങ്കിലും നമ്മുടെ കമ്പനിയല്ലേ, ഒരു 5 മിനിറ്റത്തെ കാര്യം. ഫ്രീ ആണോ എന്ന് ചോദിച്ചിട്ട് സംസാരിക്കാം. അപ്പൊ വിളിക്കല്ലേ? പെട്ടെന്ന് എന്താ ഞാനിപ്പോ സാറിന്റെ അമ്മയെ ഓർത്തത്. ഓ, ആ അമ്മയെ കാണാൻ കൊതിയാവുന്നു. അമ്മയോട് സംസാരിച്ചാൽ തന്നെ മനസ്സിനൊരു സമാധാനം കിട്ടിയേനെ. അമ്മ ഈ ഓഫീസിൽ ഇടയ്ക്കിടയ്ക്ക് വന്നിരുന്നെങ്കിൽ എത്ര നന്നായെന്നെ. ആ, വെറുതെ ആഗ്രഹിക്കാനല്ലേ പറ്റൂ, നടക്കില്ലല്ലോ. ഏതായാലും ഇവിടുന്ന് പോയിക്കളെ. സാറ് ഉടനെ എങ്ങനെ തിരിച്ചു വന്നാല് ഇവിടുന്ന് പോയില്ലേന്ന് ചോദിച്ചാവും അടുത്ത ഫയറിംഗ്.